ICT ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 2 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ വണ്ടർലാൻഡ് ഓഫ് പിക്ചേഴ്സ്. ഹരി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ്, ഹരീൻ്റെ ഫാമിലി ഫോട്ടോ ചെക്ക് ചെയ്ത ടൈമിൽ ചൈൽഡ്ഹുഡ് ഫോട്ടോസ്, ഒരുപാട് ചൈൽഡ്ഹുഡ് ഫോട്ടോസ് കണ്ടു. അപ്പോൾ ചൈൽഡ്ഹുഡ് ഫോട്ടോസിൽ ഹരീൻ്റെ ഫോട്ടോ മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. കാരണം നമുക്കൊരു ക്രേസിനെസ് ഉണ്ടാവും, നമ്മൾ ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ ജസ്റ്റ് അതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാൻ. സോ ഹരി അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ഫോട്ടോ കണ്ടപ്പം അതെങ്ങനെ ക്രോപ്പ് ചെയ്യാം കാര്യങ്ങളൊക്കെ ഹരി ആലോചിക്കാൻ. സോ ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊരു ചൈൽഡ്ഹുഡ് ഫോട്ടോ എടുത്ത് അത് ക്രോപ്പ് ചെയ്ത് അതേപോലെ റീസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ പോസിബിൾ ആണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ, മീൻസ് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഈ ഒരു ചാപ്റ്ററിലൂടെ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. There is a project, Earth and Man in the unit. Earth and Man എന്നൊരു സോഷ്യൽ സയൻസ് പ്രൊജക്റ്റാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു സോഷ്യൽ സയൻസ് പ്രൊജക്റ്റ്. സോ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പിക്ചേഴ്സ്, കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പം അതിലേക്ക് കണ്ടൻറ്റ് മാത്രം പോരാ. ആ ഒരു പ്രൊജക്റ്റ് അത്രത്തോളം മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള പിക്ചേഴ്സ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ദെൻ ഇപ്പം നമ്മൾ എടുക്കുന്ന പിക്ചർ ആണെങ്കിൽ പോലും ആ പിക്ചറിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താനും അങ്ങനെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം, ലെറ്റ്സ് ഗെറ്റ് ഈ പിക്ചർ. ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു സിസ്റ്റത്തിലേക്ക്, മീൻസ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ്, ക്യാപ്ചർ എ ഫോട്ടോ യൂസിങ് എ ഡിജിറ്റൽ ക്യാമറ ആൻഡ് കോപ്പി ഇറ്റ് ഇൻ ദ കമ്പ്യൂട്ടർ. മീൻസ് ഒരു ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്ത് നമ്മളൊരു പിക്ചർ എടുക്കുന്നു, അത് കമ്പ്യൂട്ടറിലേക്ക് കയറ്റാം. ദെൻ സ്കാൻ എ പിക്ചർ ഫ്രം എ ബുക്ക് ഓർ എ ന്യൂസ് പേപ്പർ ആൻഡ് സേവ്. ഒരു ന്യൂസ് പേപ്പറിന്നോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ നിന്നോ എടുത്തൊരു ഫോട്ടോ നമുക്ക് സ്കാനർ യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ പറ്റും. മീൻസ് ഇതൊക്കെ ഇൻപുട്ട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യിക്കുകയാണ്. ഡ്രോ ദ പിക്ചർ ഇൻ ദ കമ്പ്യൂട്ടർ. മീൻസ് നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ പിക്ചർ വരയ്ക്കുന്നതും എന്തുതന്നെയാണ്, കമ്പ്യൂട്ടറിലേക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ദെൻ ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ വേരിയസ് മെത്തേഡ് ഫോർ പ്രിപ്പയറിങ് ഡിജിറ്റൽ പിക്ചേഴ്സ്. അപ്പം ഇതേപോലെ ഇപ്പം 3 സെക്ഷൻസ് നമ്മൾ പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ കമ്പ്യൂട്ടറിലേക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതേപോലെ ഇനിയും ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിവിടെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്, മീൻസ് നമ്മളെ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള എല്ലാ പേർപ്പസും നടത്തുന്നത് കമ്പ്യൂട്ടറിലൂടെയാണ്. അപ്പം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ, നമുക്ക് പെൻ ഡ്രൈവ് വെച്ചിട്ട് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. യെസ്, ഈസ് ഇറ്റ് പോസിബിൾ? ദെൻ വേറെ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തൂടെ? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് എന്തുതന്നെയാണ്, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ. ദെൻ എ പിക്ചർ ഓപ്പൺഡ് ഇൻ ഇമേജ് വ്യൂവർ. നമുക്ക് മീൻസ് നമ്മളെ സോഷ്യൽ സയൻസ് പ്രൊജക്റ്റിലേക്ക് വേണ്ടി ഒരു ഇമേജ് ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഒരു ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഇമേജ് വ്യൂവർ വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്തു. ഈ ഒരു ഇമേജിൽ നമുക്ക് ഇത്രയും വലിയൊരു ഇമേജ് നമുക്ക് ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. സോ അതിൽ തന്നെ നമുക്ക് ജസ്റ്റ് കുറേ പോർഷൻ കട്ട് ചെയ്യാനുണ്ട്. മീൻസ് ഇത്ര വലിയൊരു ഇമേജ് വേണം, നമുക്ക് ഒരുപാട് പോർഷൻ ഇതിൽ എഡിറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ ഇതിൻ്റെ സൈസും ചെറുതാക്കാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈസ് കുറച്ച് വലുതാണ്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്കത് ചെറുതാക്കണം. നമുക്ക് എവിടെ നിന്നാണ് ഇപ്പോൾ ഒരു ഡിജിറ്റൽ പിക്ചർ ഫോം, മീൻസ് നമ്മൾ ചെയ്യുന്ന ഒരു ഇമേജ് നല്ല ക്ലാരിറ്റിയിൽ കാര്യങ്ങളിലായിരിക്കണം നമുക്ക് കിട്ടുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഇപ്പം ഇത്രയും മെത്തേഡ്സ് പറഞ്ഞു, കമ്പ്യൂട്ടറിലേക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യുക, മീൻസ് എങ്ങനെ നമ്മളത് സൂം ചെയ്യും, ഏതൊക്കെ മീൻസ് ഇപ്പോൾ നമ്മൾ ഇമേജ് വ്യൂവർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ അത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ആ പിക്ചർ സൂം ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. മീൻസ് ആ ഇമേജിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. ബട്ട് അതിൻ്റെ സൈസ് അത്രയും ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പേജ് കൺസിഡർ ചെയ്യുമ്പോൾ അത്രയും സൈസ് ആ ഒരു ഇമേജ്, ആ ഒരു പേജിലേക്ക് കംപ്ലീറ്റ് ആ ഒരു ഇമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടൈറ്റിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കണ്ടൻറ്റോ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് അതിൻ്റെ സൈസ് കുറയ്ക്കണം. ഇവിടെ സൈസ് തന്നിരിക്കുന്നത് പിക്സലിലാണ്. സോ അത് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം.
കോപ്പി പേസ്റ്റ് ചെയ്യല്ല, നമ്മളിവിടെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മീൻസ് ആ ഒരു മാനിനെയും ആ ഒരു പിക്ചറിൽ ഒരുപാട് പോർഷൻസ് നമുക്ക് കട്ട് ചെയ്യണം. സോ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മീൻസ് നമ്മൾ കട്ട് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും അത്ര ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരാളല്ല. നമുക്കതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. സോ അതൊരു പ്രോപ്പറായിട്ടൊരു രീതിയിൽ ഏറ്റവും ഗുഡായിട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇമേജ് അത്രയും പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടും ക്രോപ്പ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് ഇപ്പോൾ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിംപ്. GIMP. ജിംപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംപിൻ്റെ ഫുൾ ഫോം. ജിംപ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രാഫിക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫോർ ഡിജിറ്റൽ പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്. മീൻസ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിംപ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് 1996 1996 ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ടൈമിൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നായിരുന്നു. ഈ ഒരു ജിം എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചത് സ്പെൻസർ കീബൽ ആൻഡ് പീറ്റർ മാറ്റിസ് എന്ന് പറഞ്ഞ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ 2 റിസർച്ച് സ്കോളേഴ്സായി. സോ അവരങ്ങനൊരു പ്രൊജക്റ്റ് ചെയ്തപ്പം അവർ ഇൻവെൻറ്റ് ചെയ്ത ഒന്നാണ് ജിംപ്. GNU എന്നായിരുന്നു അവരുടെ പ്രൊജക്റ്റിൻ്റെ പേര്. സോ ആ ഒരു പ്രൊജക്റ്റിൻ്റെ നെയിം വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരതിൻ്റെ പേര് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന് 1997 അത് റീനെയിം ചെയ്തു. സോ ജിംപ് ഇൻവെൻറ്റ് ചെയ്തത് 1996 ആ ടൈമിൽ അതിൻ്റെ ഫുൾ നെയിം ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നായിരുന്നു. എന്നാൽ 1997 ഹി റീനെയിംഡ് ഇറ്റ് ആസ് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. സോ ദ 2 ഇൻവെൻറ്റേഴ്സ് ഓഫ് ജിംപ് ആർ സ്പെൻസർ കീബൽ ആൻഡ് പീറ്റർ മാറ്റിസ്. ജിമ്മിൻ്റെ ഇമേജ് ആണ്, മീൻസ് ജിമ്മിൻ്റെ സിമ്പിളാണ് അവിടെ താഴെ തന്നിരിക്കുന്നത്. ദെൻ ദർ ആർ സം സോഫ്റ്റ്വെയർസ്, മീൻസ് ജിംപ് പോലെ തന്നെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. നമുക്ക് ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് തന്നിരിക്കുന്നത്. ജിംപ്, ഇങ്ക്സ്കേപ്പ്, എക്സ്പാൻഡ്, മൈപാൻ, പെൻസിൽ. ദീസ് ഓൾ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ദാറ്റ് മെയിൻലി വി ഹാവ് ഫോർ ഇമേജ് എഡിറ്റിംഗ്. സോ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ജിംപാണ്. ദെൻ ലെറ്റ്സ് ഓപ്പൺ എ പിക്ചർ ഇൻ ജിംപ്. നമ്മൾ ജിംപിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിക്ചർ ജിംപിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ജിംപാണ്. ജിംപ് നമ്മൾ ഓപ്പൺ ചെയ്തു മീൻസ് സ്റ്റാർട്ടിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ജിംപ് ഓപ്പൺ ചെയ്തു. ദെൻ ഇനി നമ്മൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യണം. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇമേജ് എങ്ങനെയാണ് ജിംപിൽ ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ക്ലിക്ക് ഓപ്പൺ ഇൻ ഫയൽ മെനു. Picture can also be opened in GIMP by right clicking on the picture and select GNU image manipulation form. Open with other applications. Means നമുക്ക് ഒരു ജിംപിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പണിൽ ഫയൽ കൊടുക്കുന്നു. അതിൽ നമുക്ക് വേണ്ട ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. അത് GNUവിൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പം ഒരു ഫയൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഇമേജസ് കാണാൻ പറ്റും. ആ ഇമേജസിൽ നമുക്ക് വേണ്ട ഇമേജ് ഏതാണോ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. അതിൽ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ അങ്ങനെ ഒരു ഇമേജ് മീൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു ഇമേജ്, ഒരു കറക്റ്റായിട്ടൊരു ഇമേജ്, ആ ഇമേജ് വെച്ച് നമ്മൾ അത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്നത് ഒറിജിനൽ ഇമേജാണ്. ആ ഒറിജിനൽ ഇമേജ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു, മീൻസ് എഡിറ്റിങ്ങിൽ എവിടേക്കൊക്കെ ഒരു മിസ്റ്റേക്ക്. സോ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ബട്ട് അത് പോസിബിൾ അല്ല. നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഇമേജ് ആക്കി വെക്കാൻ. അപ്പോൾ നമുക്ക് 2 ഇമേജസ് ഉണ്ടാവും. സോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് വെച്ച് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പോലും ഒറിജിനൽ ഇമേജ് അവിടെ ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഒരു ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. ലെറ്റ്സ് പ്രിപ്പയർ എ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ക്ലിക്ക് ഓൺ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ദ ഇമേജ് മെനു. ഇമേജ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. പ്രസ് ആൻഡ് ഹോൾഡ് കൺട്രോൾ ആൻഡ് ദെൻ പ്രസ് D ഓൺ ദ കീബോർഡ്. കൺട്രോൾ ക്ലിക്ക് ചെയ്യുക, അതിൽ D ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇമേജിൻ്റെ മീൻസ് നമ്മൾ ഒറിജിനൽ ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും.
നമ്മളിപ്പോൾ 2 ഇമേജസ് എടുത്തു. സോ ഒരു ഒറിജിനൽ ഇമേജും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഇമേജും ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ആവും. മീൻസ് ഇതിൽ ഏതാണ് ഒറിജിനൽ ഇമേജ്, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ്. സോ അങ്ങനത്തെ ഒരു ഡൗട്ട് നമുക്ക് വരാതിരിക്കാൻ, മീൻസ് അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് ഇല്ല. കാരണം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന ടൈമിൽ ടൈറ്റിൽ ബാറിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ഏതാണെന്നുള്ളത് അൺടൈറ്റിൽ ചെയ്തിട്ടുണ്ടാവും. ദെൻ ലെറ്റ്സ് എഡിറ്റ് ആൻ ഇമേജ്. ഇനി ഒരു ഇമേജ് എഡിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിംബ് ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട ഒരു ഇമേജ് നമ്മൾ എടുത്തു. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക, ഒരു ഇമേജ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. സോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ക്രോപ്പ് ടൂളാണ്. നമ്മളെ ഫോണിലാണെങ്കിൽ പോലും ഒരു ഇമേജ് എടുത്താൽ അതിൻ്റെ താഴെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് എന്താണ് ക്രോപ്പ് ടൂൾ കിട്ടും. സാധാരണ നമ്മൾ ക്രോപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ജിംബിലും നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത്. സോ ക്രോപ്പ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് ദ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തു. ദെൻ ഡ്രാഗ് ദ മൗസ് ആൻഡ് മാർക്ക് ദ പാർട്ട് വി നീഡ് ടു കട്ട്. ജസ്റ്റ് മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് പോർഷനാണോ കട്ട് ചെയ്യുന്നത് ആ ഭാഗം സെലക്ട് ചെയ്യാം. പ്രസ് ദ എഡിറ്റ് കീ ഇൻ ദ കീബോർഡിൽ എൻ്റർ കീ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇമേജ് എന്തായി നമുക്ക് വേണ്ട. മീൻസ് ഇപ്പം ഒരു ഫുൾ പേജാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ പേജിൽ നമുക്ക് വേണ്ട പോർഷൻ മാത്രം നമ്മളെടുത്തു, ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്തു. സോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോപ്പ് ടൂളാണ്. ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഏത് പോർഷനാണോ വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ എഡിറ്റ്. ദെൻ ലെറ്റ്സ് റീസൈസ് ആൻ ഇമേജ്. ഒരു ഇമേജിൻ്റെ സൈസ് എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളത് നോക്കാം. ഒരു ഇമേജ് സൈസ് കുറയ്ക്കാൻ വേണ്ടി സെലക്ട് സ്കെയിൽ ഇമേജ് ഫ്രം ഇമേജ് മെനുവിൽ നിന്നും സ്കെയിൽ ഇമേജ് സെലക്ട് ചെയ്യാം. എൻ്റർ ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇൻ ദ കോളംസ് പ്രൊവൈഡ്. നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. സോ അതിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി കൊടുക്കാം. വിഡ്ത്ത് നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് വിഡ്ത്ത് കൊടുക്കാം, അതേപോലെ ഹൈറ്റ് കൊടുക്കാം. ദ ഹൈറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ വിഡ്ത്ത്. ബട്ട് ഇതിൽ ജിമ്മിൻ്റെ കേസിൽ നമ്മളിപ്പം ഹൈറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ വിഡ്ത്ത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഹൈറ്റിൽ എന്താവും ചേഞ്ച് വരും. മീൻസ് ഏകദേശം ഒരു ലിങ്ക് പോലെയാണ്, ഒരു വിഡ്ത്തും അതേപോലെ ഹൈറ്റും നമ്മളൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൻ്റെ ബേസിസിലാണ് എന്താവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. മീൻസ് നമ്മൾ വിഡ്ത്ത് കൊടുത്താൽ തന്നെ ആ വിഡ്ത്തിൻ്റെ ഏകദേശം വെച്ചിട്ട് ഹൈറ്റിലും ചേഞ്ചസ് ഉണ്ടാവും. ദെൻ ക്ലിക്ക് ഓൺ ദ സ്കെയിൽ ബട്ടൺ, ദ സൈസ് വിൽ ബി ചേഞ്ച്. സോ ഇമേജിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സ്കെയിൽ ഇമേജിൽ നമ്മൾ ഇമേജ് മെനുവിൽ സ്കെയിൽ ഇമേജ് സെലക്ട് ചെയ്യുക, അതിൽ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുക, ദെൻ ക്ലിക്ക് ഓൺ ദ സ്കെയിൽ ബട്ടൺ. സോ ഓട്ടോമാറ്റിക്കലി എന്താവും സൈസ് ചേഞ്ച് ചെയ്യും. ദെൻ ഹൗ ക്യാൻ വി ഫിക്സ് ദ വിഡ്ത്ത് ആൻഡ് ദ ഹൈറ്റ് ആസ് വി ലൈക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞ കേസിൽ ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മളെ ഇഷ്ടത്തിന് തന്നെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ക്ലിക്ക് ഓൺ ദി ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇറ്റ് ബിക്കംസ് അൺലിങ്ക്ഡ്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്ക് അൺലിങ്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മീൻസ് നമ്മൾ പറഞ്ഞു വിഡ്ത്തും ഹൈറ്റും നമ്മളൊരു ലിങ്ക് ഉണ്ട്. സോ ആ ലിങ്ക് നമ്മൾ അൺലിങ്ക് ആക്കാം, മീൻസ് എന്താ ഡീആക്ടിവേറ്റ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്ത്തും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഹൈറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് ആ ലിങ്ക് അൺലിങ്ക് ആക്കിയാൽ മാത്രം. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, വിഡ്ത്ത് മാത്രം കൊടുത്താൽ മതി, ഹൈറ്റ് എന്താവും ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് അപ്ലൈ ആവും. സോ നമ്മൾ സേവ് ചെയ്യുന്ന ടൈമിൽ മീൻസ് ഒരു ഫോൾഡർ ഇതാക്കി നമ്മൾ ഹോം ടാബിൽ സേവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇമേജ് പ്രോപ്പറായിട്ട് ഏത് ഫോൾഡറിലാണോ അത് നമ്മൾ ഫോൾഡർ കണക്കാക്കിയിട്ടാണ് നമ്മൾ വെച്ച് സേവ് ചെയ്യണം. കാരണം അല്ലാത്തൊരു കേസിൽ നമ്മൾ എവിടെയായിരുന്നു സേവ് ചെയ്തത്, നമ്മളിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ഇമേജിൽ നമ്മളിപ്പോൾ ഇമേജ് പകുതി റെഡിയാക്കി വെച്ചു, ഇനി ബാക്കി അതിൽ മോഡിഫൈ ചെയ്യാനുള്ളത് അന്ന് ചെയ്യാൻ പറ്റിയില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകും ഏത് ഫോൾഡറിലാണ് എവിടെയാണ് നമ്മൾ സേവ് ചെയ്തത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഫോൾഡറിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത്, മീൻസ് നമ്മളെ ഇമേജ് ഏത് ഫോൾഡറിലാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്താൽ മതി. മറ്റ് നമ്മൾ ഓരോ മീൻസ് ലോക്കൽ ഡിസ്ക് C, E, Dയിലൊക്കെ നമ്മൾ കയറി തപ്പേണ്ടി വരും, മീൻസ് എവിടെയാണ് ആ ഒരു ഇമേജ് ഉള്ളതെന്നുള്ളത്. ദെൻ ജിം ടൂൾസ്. നമ്മൾ സാധാരണ ഇപ്പോൾ പെയിൻറ്റ് ടൂൾസ് കാണുന്ന പോലെ ജിമ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസാണ് ഇവിടെ തന്നിരിക്കുന്നത്. റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ മീൻസ് റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ തന്നിട്ടുണ്ട്. മീൻസ് നമുക്ക് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ സെലക്ട് ചെയ്യാൻ പറ്റും, അതിനാണ് റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ. ദെൻ മൂവ് ടൂൾ. ഇപ്പോൾ ഒരു ഇമേജ് ഒരു സെലക്ഷൻ നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ടൂളാണ് യൂസ് ചെയ്യുന്നത്.
ദെൻ ക്രോപ്പ് ടൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ബക്കറ്റ് ഫിൽ ടൂൾ എന്തിനാ, നമ്മൾ ആ ഒരു മെയിൻ പേജിനെ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബ്ലെൻഡ് ടൂൾ ഉണ്ട്, അതേപോലെ പെയിൻറ്റ് ബ്രഷ് ടൂൾ മീൻസ് പെയിൻറ്റ് ചെയ്യാൻ, അതൊക്കെ നമുക്ക് സാധാരണ അറിയുന്നതാണ്. ദെൻ ടെക്സ്റ്റ് ടൂൾ മീൻസ് ടൈപ്പ് ചെയ്യാൻ. ദെൻ ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് മീൻസ് നമുക്ക് കളർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മളിപ്പം ഒരു പേജിൽ കളർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ബ്ലാക്കും അതേപോലെ വൈറ്റും ആയിട്ട് കാണാൻ പറ്റും. സോ അതിലിപ്പോൾ നമ്മൾ റെഡും അതേപോലെ ബ്ലൂവും ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു മീൻസ് ഒരു ഷെയ്ഡ് പോലെ, മീൻസ് റെഡ് എന്നൊരു ഷെയ്ഡായിട്ട് ബ്ലൂവിലേക്ക് വരുന്ന, അതേപോലെ 2 ഷെയ്ഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരൊറ്റൊന്നും മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ, മീൻസ് 2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അല്ല ഒരൊറ്റ കളർ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. How can I open picture in GIMP? Did you get the part of the picture you needed? Yes, means നമ്മളിപ്പോൾ റെഡിയാക്കി, ഇമേജിലേക്കുള്ള പിക്ചേഴ്സ് റെഡിയാക്കി. ഐ ഡോണ്ട് നീഡ് ദ ഫുൾ ഇമേജ്, എനിക്ക് ഫുൾ ഇമേജ് വേണ്ട. സോ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, റീസൈസ് ചെയ്യുക. സോ റീസൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് അവർ ആലോചിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സ്കെയിൽ ഇമേജ് വിൻഡോ, നമ്മൾ പറഞ്ഞ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കെയിൽ ഇമേജ് വിൻഡോ തന്നിട്ടുണ്ട്. അതിൽ ഇമേജ് സൈസിൽ വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അതുപോലെ വിഡ്ത്ത് ഇവിടെ തന്നിരിക്കുന്നത് 300ഉം അതേപോലെ ഹൈറ്റ് 150 ആണ്. അത് പിക്സലിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ വിഡ്ത്തും കൊടുക്കുക. വിഡ്ത്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഹൈറ്റ് വരും. മീൻസ് നമുക്ക് അവിടെ തന്നെ കണ്ടാൽ മനസ്സിലാവും തമ്മിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നതിൻ്റെ ഏകദേശം കണക്കാക്കിയിട്ടുള്ള ഹൈറ്റ് വരുന്നത്. ദെൻ ക്ലിക്ക് ദ സ്കെയിൽ ബട്ടൺ. സ്കെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തത് എന്തായി, ഓക്കെ. ഇനിയല്ല നമുക്ക് മീൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വിഡ്ത്തും ഹൈറ്റും തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ലിങ്ക് അൺലിങ്ക് ചെയ്യാം. ദെൻ വിഡ്ത്തും അതേപോലെ ഹൈറ്റും പ്രൊവൈഡ് ചെയ്ത് സ്കെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം.